നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറോട് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കൂടെ പരിശോധിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള, അതായത് ഏതാണ്ട് ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ട് തുടർച്ചയായിട്ട് പല ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കി. അതുകൂടാതെ ഇതിലെ എല്ലാ പാഠങ്ങളും ടീച്ചർ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. എന്നാലും ചില കമൻസ് ഇന്ന് ഒരു 23-24 ക്വസ്റ്റ്യൻ പേപ്പറോടെ അനാലിസിസ് ചെയ്യാനുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയാം. 80 മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷ. 3 മണിക്കൂറാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് A വിഭാഗത്തിലെ ആദ്യ ചോദ്യം. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക, അതിൽ തന്നിരിക്കുന്ന ആ ഒരു പാരഗ്രാഫ് വായിക്കുക, അതിലെ ആ പാരഗ്രാഫിന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2. അതും ഖണ്ഡിക വായിക്കുക. അപ്പോൾ 2 ഖണ്ഡികകൾ, 2 പാരഗ്രാഫുകളാണ് നൽകുന്നത്. അതിന് ഓരോ മാർക്ക് വീതമുള്ള ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ മോഡലാണ്. ആ ഒരു ചോദ്യ പേപ്പറിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗമാണ് ഈ ഖണ്ഡിക വായിച്ച് ഉത്തരം എഴുതുക എന്നുള്ളത്. അത് കഴിയുമ്പോഴാണ് മൂന്നാമത്തെ ചോദ്യത്തിലാണ് തന്നിരിക്കുന്ന 10 ചോദ്യങ്ങൾ ഏതെങ്കിലും 7 എണ്ണത്തിന് ശരി ഉത്തരം എഴുതുക എന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന ചോദ്യം വരുന്നത്. അതിനകത്ത് ചോറ് എന്ന പദത്തിന്റെ പര്യായ പദം തന്നിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കുന്നു. ചോറിൻ്റെത് ഭുക്തം എന്ന വാക്കാണ്. പ്രാണി എന്ന പദത്തിന്റെ എതിർലിംഗം ഏത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം പ്രാണി എന്ന ചോദ്യത്തിന്റെ എതിർലിംഗമായിട്ട് വരുന്നത് പ്രാണിനിയാണ്. എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഇതിൽ ഏതാണെന്നുള്ളതാണ്. പരിമിതി എന്ന് പറഞ്ഞ കുറവ് എന്നാണ് അർത്ഥം. അതിഥി, അതിഥി എന്ന് 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ശരിയായ അർത്ഥ വ്യത്യാസം തന്നിരിക്കുന്ന ആ ഗ്രൂപ്പിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആദ്യത്തേത് അതിഥി ആയതുകൊണ്ട് വിരുന്നുകാരനും, അതിഥി എന്നുള്ളത് ദേവമാതാവുമാണ്. ആകാശഗോപുരം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്നുള്ളത് ആകാശമാകുന്ന ഗോപുരം എന്നതാണ്. പക്ഷം എന്ന പദത്തിന്റെ നാനാർത്ഥമല്ലാത്തത് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ പക്ഷത്തിന് വാദം, അവയവം, ചിറക്, പക്ഷി എന്നുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷം എന്ന പദത്തിന് ചിറക് എന്നാണ് അർത്ഥം. ഇതിൽ പക്ഷത്തിന് വാദം എന്നൊരു നാനാർത്ഥമുണ്ട്. പക്ഷം പിടിക്കുക, വാദം, അവരുടെ വാദം കേൾക്കുക എന്നുള്ളത്. പക്ഷം ത്തിന് അവയവം എന്നൊരു അർത്ഥമുണ്ട്. നാനാർത്ഥമല്ലാത്തത് ഇതിലുള്ളത് പക്ഷിയാണ്. കാരണം പക്ഷമുള്ളത് ഏതാണോ പക്ഷി, അപ്പം അതാണ് ഇതിനകത്ത് നാനാർത്ഥമല്ലാതെ വരുന്നത്. വേരോടെ മുറുക്കി എന്നതിൻ്റെ ഒറ്റപ്പദം മൂലോച്ഛേദം എന്ന വാക്കാണ്. ബ്രാഹ്മണോഹം എന്നതിൻ്റെ ശരിയായ പിരിച്ചെഴുതിയ രൂപം ബ്രാഹ്മണഹ പ്ലസ് അഹം എന്നതാണ്. അഭിമുഖം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം വിമുഖം എന്നാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പദം കണ്ടെത്തി എഴുതുക എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സംസാര ബന്ധനം, ന മുകളിൽ ചന്ദ്രകല, ധ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് എഴുതുന്ന രീതി. ഇനി 4ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന 10 ചോദ്യങ്ങൾ 9 എണ്ണത്തിന് ശരിയുത്തരം എഴുതുക എന്നുള്ളതാണ്. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. മായാമയവും പരിണാമിയായ എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്തിനെയാണ്? ദേഹത്തെയാണ് മായാമയവും വികാരിയുമായി മാറ്റമുള്ളതുമായിട്ട് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിന് നാശം വരുത്തുന്നതിന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ഇപ്പൊ ജന്തുക്കൾ ഭക്ഷിച്ച് എന്നുള്ളത് ശരീരത്തിന് മാറ്റം വരുന്നതാണ്. മണ്ണിൽ കൃമികളായി മാറുക എന്നുള്ളത് ശരീരത്തിന് മാറ്റം വരുന്നതാണ്. വെന്ത് വെണ്ണീറാവുക എന്നുള്ളത് ശരീരത്തിന് മാറ്റം വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റവും വരാത്തത് ഏതാണ്? പഞ്ചഭൂതങ്ങളായി മാറുക എന്നുള്ളതാണ്. ദിഷ്ടമീ വടിവിയെന്ന് വന്ന പോൽ, ഇവയിൽ ഈ വാക്കുകൾ ദിഷ്ടം, വടിവിയെന്ന്, രൂപമെടുത്ത്, ഭാഗ്യം രൂപമെടുത്ത് വന്നതായിട്ട് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ദിവാകരനെ. ദിഷ്ടം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഭാഗ്യം. ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടിയലഞ്ഞ മലർക്കളം എഴുതിക്കാത്ത ഒരരചന. ഇവിടെ ആരെയാണ് കൊച്ചു കിനാവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആരെയാണ്? പൂക്കൾ തേടുന്ന കുട്ടികളെ. അവർ എന്തിനു വേണ്ടിയാണ് തേടിയലഞ്ഞത്? മഹാബലിയെ വരവേൽക്കാൻ വേണ്ടി. മഹാബലിയെ വരവേൽക്കാനായി മലർക്കളത്തിന് പൂവിനായിട്ടാണ് അവർ തേടി അലഞ്ഞത്. എന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ. ആരാണ് ശല്യപ്പെടുത്തിയത്? ഇത് അമ്മത്തൊട്ടിലേതാണ്. ആ ശല്യപ്പെടുത്തിയത് അമ്മയാണ്. എവിടെ കൊണ്ടുപോകണമെന്നാണ് ആവശ്യം? അമ്മയ്ക്ക് കോവിലിൽ പോകണം എന്നായിരുന്നു ആവശ്യം. തിരികൾ തെറുത്തു കൊളുത്താൻ ഉറ്റമുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ കാത്തിരിക്കുന്ന ആരാണ്? തിരി കൊളുത്താനിരിക്കുന്നത് ആരാണ്? ദീപക്കുറ്റികളാണ്, മഞ്ഞ നിറമുള്ള പൂക്കൾ. ആരെയാണ് കാത്തിരിക്കുന്നത്? മഹാബലിയെ. അകലെ സൂര്യൻ താഴുന്നു, ഇരുണ്ട് താഴുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂട് പറ്റുന്നു. ഈ കാഴ്ച കാണുന്ന ആരാണ്? വെള്ളായ്യപ്പൻ. എവിടെ വെച്ചാണ് വെള്ളായ്യപ്പൻ ഈ കാഴ്ച കാണുന്നത്? റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ചകൾ കാണുന്നത്. ഇടം കൈകൊണ്ട് ഒരു പുൽക്കൊടി എടുത്ത് ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡായവ എന്ന് പറഞ്ഞ് ജപിച്ചു വിട്ടു.
അപാണ്ഡായവ എന്ന വാക്കിന് പാണ്ഡവ വംശം നശിക്കട്ടെ എന്നാണ് അർത്ഥം. ഇങ്ങനെ ചെയ്തത് ആരാണ്? ദ്രൗണിയാണ്. ഏത് അസ്ത്രമാണ് അതിനകത്ത് ആപാദിപ്പിച്ചത്? ബ്രഹ്മശിരസ് എന്ന അസ്ത്രം. ആരാണ് പുൽക്കൊടിയിൽ വസ്ത്രം ആപാദിപ്പിച്ചത്? ദ്രൗണി. ചെമ്പുമത്തയുടെ അടുക്കൽ റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. എന്താണ് ചാക്കുണ്ണിയുടെ ഉള്ളിലെ തീയുടെ കാരണം? എന്താണ് അതിന് കാരണം? ചാക്കുണ്ണിയുടെ മകന്റെ രോഗത്തെപ്പറ്റി ചിന്തിച്ചിട്ടും കൂടെയാണ് അയാൾക്ക് അതിൻ്റെ റേഡിയോ പണയം വയ്ക്കുമ്പോൾ ഉള്ളിൽ തീയായിരുന്നത്. തന്നിരിക്കുന്നതിൽ ഏത് കാരണം കൊണ്ടാണ് ചാക്കുണ്ണി റേഡിയോ പണയം വയ്ക്കുന്നത്? മകനെ ചികിത്സിക്കാൻ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്. 2-3 ആളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്ത ഒരു ഇരുളിടം. ഇവിടെ പരാമർശിക്കുന്ന ഇരുളിടം, ഒഴിവ് കനത്ത ഒരു ഇരുൾ ഇടം എന്നുള്ളതാണ് സ്ഥലം. അതിൻ്റെ പിരിച്ചെഴുതുന്ന രൂപം. അത് ഏതാണ് ആ സ്ഥലം? ജില്ലാശുപത്രിക്കരികിലാണ് ഇരുണ്ട ഒരു സ്ഥലമുള്ളത്. ഇരുളിടം അന്വേഷിച്ചു പോയത് എന്തിനു വേണ്ടിയായിരുന്നു? തൻ്റെ പ്രവൃത്തി മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി. ഇരുൾ അധികം ഇടമാണ് ഇരുളിടം. ഇനി അടുത്ത ആറാട്ടുകുന്നിൽ റേഡിയോ ഭയക്കുന്ന അപൂർവം ചിലവരായിരുന്നു ഇവർ. ആരെക്കുറിച്ചാണ് പരാമർശം? ചാക്കുണ്ണിക്ക് കാശ് കൊടുക്കാത്ത ആളുകളെ കുറിച്ചാണ്. ഇവിടെ അവരുടെ ഏതവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? അവരുള്ളതുകൊണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ്? ഇല്ല, ദാരിദ്ര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ബി വിഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ബി വിഭാഗത്തിലെ ആദ്യ ചോദ്യം, 5ാമത്തെ ചോദ്യം അംഗവാക്യം, അങ്കിവാക്യം എന്നിവ വേർതിരിച്ചെഴുതുകയാണ്. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. എതിരെ വന്ന നീലി വഴിമാറി നിന്നു എന്നുള്ളത് അങ്കിവാക്യവും അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എന്നുള്ളത് അംഗവാക്യവുമാണ്. പലപ്പോഴും ആ കുടിസുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും കിടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു. ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു എന്നുള്ളത് അങ്കിവാക്യവും, പലപ്പോഴും ആ കുടിസുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും കിടക്കുന്നതിനായി എന്നുള്ളത് അംഗവാക്യവുമാണ്. ഇനി വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാ കൊല്ലവും ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കം വരുത്തി. അപ്പൊ എല്ലാ കൊല്ലവും ആണ്ടിലൊരിക്കലെന്ന് വേണ്ട, ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് വന്നതെന്ന് മാത്രം മതി. അതുപോലെ അതിൻ്റെ അടുത്ത ചോദ്യം, നീ കാപുരുഷനും കുട്ടികളെ കൊല ചെയ്തവനും ബാലജീവിത ഖാദിയും. അത് ബാലജീവിത ഖാദി എന്ന് തന്നെയാണ് കുട്ടികളെ കൊല ചെയ്തവന്, ഏതെങ്കിലും ഒന്ന് മതി. പ്രയോഗം മാറ്റുക. അവർ പകച്ചു പായുന്ന ആനകളാൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു. പായുന്ന ആനകളാൽ അവർ ചവിട്ടി അരയ്ക്കപ്പെട്ടു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരനാൽ വെള്ളായപ്പൻ തടയപ്പെട്ടു. ഇനി ഏതെങ്കിലും 2 അർത്ഥം വരുന്ന രീതിയിൽ വാക്യത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു ചോദ്യമാണ്. താല്പര്യരഹിതം താല്പര്യമില്ലായ്മയാണ്. വിരുദ്ധാർത്ഥം വിരുദ്ധമായ അർത്ഥമാണ്. കണ്ഠശുദ്ധി വരുത്തുക, തൊണ്ടയ്ക്ക് ശുദ്ധി വരുത്തുക എന്നുള്ള. അപ്പൊ ഇതൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ വാക്യത്തിൽ പ്രയോഗിക്കാൻ കഴിയും. ഇനിയുള്ളതാണ് ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് 2 ചോദ്യങ്ങളുണ്ട്. ഗ്രന്ഥശാല എന്ന സർവകലാശാല, അതായത് ലൈബ്രറി ഒരു യൂണിവേഴ്സിറ്റി ആണോ എന്നൊരു ചോദ്യമാണ്. കാരണം അതിനകത്ത് നിരവധി പുസ്തകങ്ങൾ മറ്റു പലരുടെയും ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ അവരുടെ അനുഭവ തലങ്ങളിൽ നിന്ന് അറിവിൽ നിന്നുള്ളതുമാണല്ലോ ഗ്രന്ഥശാലകളിലെ പുസ്തകങ്ങൾ. അപ്പോൾ അത് നമുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ ഫലം തന്നെ ചെയ്യും. അതുപോലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ, ഇങ്ങനെ 2 ചോദ്യങ്ങളുടെ. നന്നായിട്ട് പഠിച്ചു, തൊഴിലില്ല, അതുകൊണ്ട് ധാരാളം പേര് ഇപ്പോൾ രാജ്യം വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കുക. മാക്സിമം 5-6 പാരഗ്രാഫുകളായിട്ട് എഴുതുക. 5 പാരഗ്രാഫെങ്കിലും വേണം. 1.5 പേജിലാണ് ഉത്തരം എഴുതേണ്ടത്. 5 മാർക്കാണ് അതിന്, അത് ശ്രദ്ധിക്കണം. മാക്സിമം ഒരു 6 പാരഗ്രാഫിൽ എഴുതാൻ ശ്രദ്ധിക്കുക. 6 ഇല്ലെങ്കിൽ 5 പാരഗ്രാഫ് ആയിട്ടെങ്കിലും. പാരഗ്രാഫ് തിരിക്കുന്നതിന് മാർക്ക് പ്രത്യേകമുണ്ട്, അതുകൊണ്ട് പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക. ഹെഡിങ്ങും കൂടെ കൊടുക്കുക. 1.5 പേജ് അത് എഴുതുക. ഇനി അടുത്ത 6ാമത്തെ ചോദ്യം, നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലവർധന കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നതിനെ കുറിച്ച് വീട്ടമ്മ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുക എന്നുള്ളത്. അപ്പൊ 5 മാർക്കിന്റെ ചോദ്യം തന്നെയാണ്. അപ്പൊ കത്തെഴുതുമ്പോഴും ഇങ്ങനെ പാരഗ്രാഫ് തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പ്രേക്ഷകൻ, അതായത് മാർജിൻ സൈഡിൽ പ്രേക്ഷകൻ, പേര്, വീട്ടുപേര്, സ്ഥലം എന്നെഴുതിയതിനു ശേഷം സ്വീകർത്താവ്, മുഖ്യമന്ത്രി, സംസ്ഥാനം എന്നെഴുതുക. അതിൻ്റെ താഴെ വിഷയം, തീയതി, അതിൻ്റെ താഴെ തീയതി വെക്കുന്നു. തീയതി വെച്ചതിന് ശേഷം വിഷയം, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനെ കുറിച്ച് എന്നെഴുതിയിട്ട് സർ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ കത്തിലെ വിഷയം. അപ്പോൾ അതും പാരഗ്രാഫ് തിരിച്ച് തന്നെയാണ് എഴുതേണ്ടത്. ഏതാണ്ട് 1.5 പേജിലെങ്കിലും പാരഗ്രാഫ് തിരിച്ച് ഏതാണ്ട് 3-4 പാരഗ്രാഫുകളാക്കി എഴുതാൻ ശ്രമിക്കുക. 5 മാർക്ക് ആയതുകൊണ്ട് അതിനും 1 പേജിൽ കൂടുതൽ തന്നെ ഉത്തരം എഴുതണം.
ഇനിയുള്ളത് ഒരു പത്രവാർത്തയാണ്. പത്രവാർത്തയുടെ ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ചോദിക്കുന്നത്. പത്രവാർത്ത എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പത്രവാർത്ത ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. തലക്കെട്ട് കൊടുക്കണം, സ്വന്തം ലേഖകൻ എന്ന് എഴുതണം, സ്ഥലം എന്ന് എഴുതണം, എന്നിട്ട് 1 കോളമായിട്ടോ 2 കോളമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പത്രവാർത്ത എഴുതാം. പത്രവാർത്തയൊക്കെ നമ്മൾ കഴിയുന്നതും പത്രങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കുക. ഇവിടെ കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ കാരണം ജനങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു പത്രവാർത്ത തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനി 7ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. അപ്പോൾ അത് 2 ചോദ്യങ്ങളാണ്, 3 മാർക്ക് വീതമാണ്. അപ്പോൾ 3 മാർക്ക് ചോദ്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 പുറമാണ് എഴുതേണ്ടത്. അതിൽ 1/4 ഭാഗം നമ്മുടെ ഇൻട്രഡക്ഷൻ പോകും, ബാക്കിയുള്ള 3/4 ഭാഗമാണ് ആൻസറായിട്ട് വരേണ്ടത്. അപ്പോൾ 2 പാരഗ്രാഫായിട്ട് 1 പേജിൽ എഴുതുക. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് ഈ അർത്ഥത്തിൽ വല്ലവരെയും പറ്റി പറയാമെങ്കിൽ അത് അശ്വത്ഥാമാവിനെ പറ്റിയാണ്. ഈ അഭിപ്രായം നമുക്ക് അതിന്റെ ഉത്തരമാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെ ചോദ്യം, അതിലെ അടുത്ത ചോദ്യം, പൊതിച്ചോറ് ബലിച്ചോറായി മാറുന്ന കഥയാണ് കടൽ തീരത്ത്. അപ്പൊ അതിന്റെ ഒരു പൊതിച്ചോറിന്റെ മുഖ്യസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ റേഡിയോ പാട്ടൊക്കെ എനിക്ക് അത്ര പിടുത്തമില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോരോ ഏർപ്പാടുകൾ ഈ നേരം പണിയെടുത്താൽ 4 കാശുണ്ടാക്കാം. ചെമ്പു മത്തായിയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. കാരണം ചെമ്പു മത്തായിയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എത്രത്തോളം യോജിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾക്ക് അതിനോട് യോജിക്കാം. ചിലർ അതിനോട് യോജിക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ അതിനും ഇൻട്രൊഡക്ഷൻ വേണം എന്നുള്ള കാര്യം മറക്കരുത്. 1/4 ഭാഗം ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം ഉത്തരം എഴുതുക, 1 പേജ് എഴുതണം. ഇനി 2 ചോദ്യങ്ങൾക്ക് വീണ്ടും 3 മാർക്ക് വീതമാണ് വരുന്നത്. ഏറെ തണുക്കുന്നു ചില്ലു ഉയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടന്ന് ചൂട്. അപ്പൊ അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ മകന്റെ മാനസിക സംഘർഷങ്ങളാണോ, അതായത് അമ്മയെ കൊണ്ട് കളയാനും ഇഷ്ടമില്ല, കളഞ്ഞില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാനും പറ്റുന്നില്ല, അപ്പോഴാണ് ആ ഓർമ്മകൾ അവന് എത്തുന്നത്. അപ്പൊ എന്താണ് ഇത്തരം ഓർമ്മകളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം തയ്യാറാക്കാനാണ്. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാ സുഖോദയം. അപ്പൊ ഇതില് ഭാവശാലികൾ ആരൊക്കെയാണ്? സ്നേഹമുള്ളവർ നളിനിയും ദിവാകരനും. സുഖോദയം വികലമായതുകൊണ്ടാണ് സുഖത്തിന്റെ ഉദയം വികലമാവുക, ചീത്തയാവുക, വൃത്തികേടാവുക. എന്താണ് അതിന് കാരണം? ഇവര് സ്നേഹമുള്ളവരായതുകൊണ്ടാണ് പിരിഞ്ഞിട്ട് കൂടിയപ്പോൾ അവരുടെ സുഖത്തിന്റെ ആ ഒരു സുഖം അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തത്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുക. ഓണം പോലെയുള്ള പഴമയുടെ ആഘോഷങ്ങളെ പുതിയ തലമുറ വേണ്ട പോലെ ഉൾക്കൊള്ളുന്നില്ല എന്ന ഓണമുറ്റത്തെ കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ? അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് പല്ല് കൊഴിഞ്ഞ പാട്ടാണെന്നും തന്നെ പല്ല് കൊഴിഞ്ഞ പാട്ടാണെന്നും അദ്ദേഹത്തെ ഓണക്കാലത്ത് ഉണരുന്നവനാണെന്നും ഒക്കെ കളിയാക്കുന്ന പുതിയ തലമുറയെ കുറിച്ചാണ് പറയുന്നത്. ഇനിയുള്ളത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പാഠങ്ങളിലെ ചോദ്യമാണ്. അതും 1 പുറം എഴുതണം, 1/4 ഭാഗം ഇൻട്രൊഡക്ഷൻ, 3/4 ഭാഗം 2ാമത്തെ പാരഗ്രാഫ് ആൻസർ. സുബ ജഡാപാടികളും മൊത്തത്തിലുള്ള സഹവാസം കുഞ്ഞൻപിള്ളയുടെ ജീവിതത്തിലെ വഴിത്തിരിവാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളിൽ നോക്കി അത് മാർക്ക് ചെയ്യണം. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവും അയ്യാവ് സ്വാമികളുടെ ബന്ധം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അയ്യാവ് സ്വാമി ഇവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതി തന്നെ പഠിക്കുക. ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജൻ എന്ന വിശേഷണം ലഭിച്ചത് എങ്ങനെ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ 2 ദിവസം സാറ്റർഡേ നിങ്ങളുടെ എക്സാം ആണ്. വളരെ കൂളായി ചെന്ന് പരീക്ഷ എഴുതുക. അപ്പോൾ നന്നായിട്ട് എല്ലാ പാഠഭാഗങ്ങളും അറിയാമെങ്കിൽ എല്ലാത്തിൻ്റെ ഉത്തരം നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ചോദ്യ പേപ്പറിൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നൊരു ചിന്തയോടുകൂടെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് കിടക്കുക. ദൈവത്തെ വിചാരിക്കുക, ഈശ്വരനെ വിചാരിക്കുക, മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മനസ്സിൽ സ്മരിക്കുക. നിങ്ങളുടെ ആ ഒരു തെളിഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയട്ടെ. യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട. പല കമൻസും കൊണ്ട് കണ്ടു പേടിയാവുന്നു എന്നുള്ളത്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നിങ്ങൾക്ക് വരുന്നത്. മാത്രമല്ല ഈ ഒരു മലയാളം പാഠങ്ങൾ വളരെ മനോഹരമായ പാഠങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നാളത്തെ ഒരു പഠനവും കൂടെ കഴിഞ്ഞ് നാളെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത്രയും 1 വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പാഠഭാഗങ്ങളുടെ എല്ലാ ആശയവും നിങ്ങൾ മനസ്സിൽ ഒതുക്കിയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ടത് ഈശ്വരന്റെ കാരുണ്യം, മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, അത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടെ പരീക്ഷയ്ക്ക് പോവുക. നല്ല മാർക്കോടെ നിങ്ങൾ എക്സാം പാസ്സാകട്ടെ.
എല്ലാവർക്കും വേണ്ടി ടീച്ചർ പ്രാർത്ഥിക്കാം. ടീച്ചറിൻ്റെ പ്രാർത്ഥനകൾ പല കമൻറ്റുകളും കണ്ടു, അനുഗ്രഹം ചോദിച്ചുകൊണ്ടുള്ളതും ബ്ലെസ്സിങ്സ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അനുഗ്രഹ ആശംസകൾ നേരുന്നു. എല്ലാ മക്കളും നന്നായിട്ട് പരീക്ഷ എഴുതട്ടെ എന്നാണ് ടീച്ചറിൻ്റെ ആഗ്രഹം. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ഈ ഒരു പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകാനും നിങ്ങൾ ആ ഒരു പാഠഭാഗങ്ങൾ കണ്ടതിന് ശേഷം തരുന്ന എല്ലാ നിങ്ങളുടെ ആ ഒരു കമൻസും എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലതിനും മറുപടി തരാറുണ്ട്, ചിലതിന് മറുപടി തരാൻ പറ്റുന്നില്ല. എങ്കിലും നിങ്ങളെല്ലാവരെയും ഞാൻ മനസ്സിൽ വഹിക്കുന്നു. സ്നേഹത്തോടെ ഇനിയും കാണുന്നതുവരെ നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ചുള്ള പ്രാർത്ഥനയിൽ ഷീബ ടീച്ചർ വിട പറയുകയാണ്. സ്നേഹം മാത്രം നിങ്ങൾക്ക് തരാനുള്ളൂ. എൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു.